എന്നെ കണ്ടിട്ട് ഈ ട്രോളന്മാരായിട്ടുള്ള ആളുകള് ഈ നമ്മുടെ ചിത്രത്താഴിലെ പപ്പുവിന്റെ കഥാപാത്രമല്ലേ, ആ പപ്പുവിന്റെ കഥാപാത്രം എന്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരുപാട് ട്രോള് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ അത് ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ആസ്വദിക്കുകയാണ്. അവര് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഞാനിപ്പോൾ റിക്കവറിയിലേക്ക് വരുന്നു. പക്ഷേ കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും റിക്കവറി ആയെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രമാത്രം മെന്റൽ ടോർച്ചറിങ്ങിന് പല കുടുംബങ്ങളും, അച്ഛനമ്മമാരടക്കമുള്ള കുടുംബങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സംശയത്തിന്റെ ചില ആനുകൂല്യങ്ങൾ പ്രതിക്ക് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രതി രക്ഷപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവിടെ തലവെട്ടാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, കാല് വെട്ടാൻ കൊട്ടേഷൻ കൊടുക്കുന്നു, പല കാര്യങ്ങൾക്കും കൊട്ടേഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മളുടേത്. ഈ സമൂഹത്തിൽ സ്ത്രീകളുടെ സുരക്ഷത്തെക്കുറിച്ച് ഇന്നിപ്പോ രാത്രി ജോലിക്ക് പോകാത്ത സ്ത്രീകളുണ്ടോ? ഏതൊരു കുടുംബത്തിലും പണ്ടത്തെ പോലെയല്ല. അത് ഭാര്യ ആയാലും പെങ്ങളായാലും അമ്മയാണെങ്കിലും എല്ലാവരും ജോലിക്ക് പോവുകയാണ്. ആ ജോലിക്ക് പോകുമ്പോൾ ഇപ്പൊ നൈറ്റിൽ പോകുന്ന പല വർക്കുകളും എവിടെയുണ്ട്? IT മേഖലയിലെ വർക്കുകളുണ്ട്. ഇപ്പൊ നമ്മുടെ പുതിയ ലേബർ കോഡ് അനുസരിച്ച് രാത്രിയിൽ പണിക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്ത നിലയിൽ കാര്യങ്ങൾ വരുമ്പോൾ സുരക്ഷ എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. ആ സുരക്ഷയ്ക്ക് എൻ്റെ അടുത്ത് പല സ്ത്രീകളും പറഞ്ഞു, ഇനി എങ്ങനെ കേസ് കൊടുക്കും?